ബിജെപിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്ന ഹരിയാനയിൽ ആം ആദ്മിയെ കൂടെ കൂട്ടി വിജയം സ്വന്തമാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ബിജെപിക്കെതിരെ മത്സരിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്നാൽ ആം ആദ്മി കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായി. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ ആം ആദ്മിയെ കൂടെ കൂട്ടി മത്സരിക്കണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അതിനാൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായേക്കുമെന്നാണ് സൂചന. നേരത്തെ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. സഖ്യം ദേശീയ തലത്തിലായിരുന്നുവെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ലെന്നുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡ വ്യക്തമാക്കിയിരുന്നത്. രാഹുൽ ഇടപെട്ടതോടെയാണ് സംസ്ഥാന നേതൃത്വം അയഞ്ഞത്. പ്രാഥമിക ധാരണയനുസരിച്ച് 90-ൽ 83 സീറ്റുകൾ കോൺഗ്രസിനും 5 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും ശേഷിച്ച 2 സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്കും NCPക്കുമായി നൽകിയേക്കും. ഇക്കാര്യത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും AAP നേതാവ് രാഘവ് ചദ്ദയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹൈക്കമാൻഡ് ഇടപെടലിൽ 15-16 സീറ്റെങ്കിലും ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10 സീറ്റിൽ 5 വീതം സീറ്റുകളിൽ കോൺഗ്രസും BJPയുമാണ് ജയിച്ചത്. 2019-ൽ സംസ്ഥാനത്തെ 10 സീറ്റുകളും BJP ആയിരുന്നു നേടിയിരുന്നത്. ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തിന് വിജയം നേടാനായാൽ BJPക്കത് വലിയ തിരിച്ചടിയാകും. ഹരിയാനയിൽ ഒക്ടോബർ 5-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഫലം ഒക്ടോബർ 8-ന് പ്രഖ്യാപിക്കും. BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഹരിയാനയിൽ അധികാരം ഉറപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ആം ആദ്മിയെ കൂടാതെ SP-യും സഖ്യത്തിലുണ്ട്. അതേസമയം അടുത്ത വർഷം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവിടെയും ആം ആദ്മിയുമായി കോൺഗ്രസ് സഖ്യം തുടരുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്.